നിങ്ങൾക്ക് എങ്ങനെ മരിക്കാനാണ് ഇഷ്ടം? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ആശുപത്രിയിൽ ഉണ്ടായ 2 സംഭവങ്ങൾ പറയാം. കേസ് നമ്പർ 1. 84 വയസ്സുള്ള ഹൃദ്രോഗിയായ അപ്പൂപ്പനെ പെട്ടെന്നുണ്ടായ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. തലയുടെ സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറിൽ വലിയൊരു രക്തസ്രാവമാണ്. ഇത്രയും വലിയ രക്തസ്രാവത്തിന്റെ ചികിത്സ എത്രയും വേഗം സർജറി ചെയ്യുക എന്നതാണ്. പക്ഷേ സർജറി ചെയ്താലും രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അഥവാ ജീവൻ രക്ഷപ്പെട്ടാലും ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ അങ്ങനെ കിടക്കുകയുള്ളൂ. ഇക്കാര്യങ്ങളെല്ലാം മക്കളോടും മറ്റു ബന്ധുക്കളോടും പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്തായാലും മരിച്ചു പോകുമല്ലോ, അതുകൊണ്ട് റിസ്ക് ആണെങ്കിലും സർജറി ചെയ്യണമെന്നാണ് മക്കളുടെ ആവശ്യം. അങ്ങനെ സർജറി കഴിഞ്ഞു. രോഗിയുടെ ജീവൻ രക്ഷപ്പെട്ടു. ജീവൻ മാത്രം. രോഗി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വസിക്കുന്നു. മൂക്കിലും കഴുത്തിലും മൂത്രത്തിലും ഒക്കെ ട്യൂബിട്ട ജീവനുള്ള ഒരു മണിക്കൂർ പോലെ അപ്പൂപ്പൻ കിടന്നു. നെഞ്ചിലാണ് ബാധ, വില കൂടിയ ആന്റിബയോട്ടിക്കുകൾ. ദിവസങ്ങൾ കഴിയുന്തോറും മക്കൾക്ക് മനസ്സ് മാറി തുടങ്ങി. നേരിയ മടുപ്പ്, കയ്യിലെ കാശൊക്കെ തീർന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇത്രയും ചെയ്തിട്ടും രോഗിക്കൊരു മാറ്റം വരുന്നുമില്ല. കുറെ കൂടി സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് അവർ മാറ്റുന്നു. അവിടെ അവർ ഭക്ഷണം കൊടുക്കാനായി വയറ്റിലും കൂടി ഒരു ട്യൂബ് ഇടുന്നു. അതിന്റെ കോംപ്ലിക്കേഷൻസ്: ദീർഘനാളായി ട്യൂബിലായതിനാൽ യൂറിനറി ഇൻഫെക്ഷൻ, വീണ്ടും ന്യൂമോണിയ, ദേഹം പൊട്ടി വ്രണമുണ്ടാകുന്നു. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടും രോഗിക്ക് ഒരു രീതിയിലുള്ള മാറ്റവുമില്ല. എന്നാൽ മരിച്ചതുമില്ല, മരിക്കാൻ അനുവദിക്കുകയില്ല. ഇനി കേസ് നമ്പർ 2. 89 വയസ്സുള്ള മറ്റൊരപ്പൂപ്പൻ. സമാനമായ രോഗാവസ്ഥയും ബന്ധുക്കളും. ഇതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. അവർ ആലോചിച്ച ശേഷം സർജറി വേണ്ട എന്ന തീരുമാനത്തിലെത്തി. രോഗിയെ ICUവിൽ അഡ്മിറ്റാക്കി സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സകളെല്ലാം നൽകി. 3-ാം ദിവസം അദ്ദേഹം മരിച്ചു. സ്വാഭാവികമായ മരണം. ഈ 2 കേസുകളിലും മക്കൾക്ക് അച്ഛനോട് സ്നേഹമുണ്ട്. ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ബന്ധുക്കളിൽ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവുക, രോഗിയോടുള്ള വൈകാരികമായ അടുപ്പം, ചികിത്സിച്ചില്ല എന്ന കുറ്റബോധം, നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന ചിന്ത, ഇങ്ങനെ പല ഘടകങ്ങളും ആ സമയത്തെ തീരുമാനത്തെ സ്വാധീനിക്കും. ജീവിതത്തിൽ അവസാന നാളുകളിൽ ആരെയും തിരിച്ചറിയാതെ കുറെ ട്യൂബുകളുടെയും യന്ത്രങ്ങളുടെയും ഒക്കെ സഹായത്തോടെ ജീവൻ മാത്രം നീട്ടിക്കിട്ടുന്നതിനോട് യാതൊരു താല്പര്യവുമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. ആ അവസ്ഥയിലെത്തിയ ശേഷം നമുക്കിതൊന്നും ആരോടും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കതിപ്പോഴേ ചെയ്യാം, എഴുതി വെക്കാം. എന്ന് വെച്ചാൽ അധികം കഷ്ടപ്പെടുത്താതെ സ്വാഭാവികമായി മരിക്കാൻ അനുവദിക്കണമെന്ന് നമുക്കിപ്പോഴേ എഴുതി വെക്കാൻ കഴിയും. അതിനെ ലിവിങ് വിൽ എന്നാണ് പറയുന്നത്. എല്ലാവരും മരിക്കും. ജീവിതത്തിലെ ഏറ്റവും ഉറപ്പുള്ള കാര്യം അത് മാത്രമാണ്. പക്ഷേ അത് സ്വയം കഷ്ടപ്പെട്ടും വേണ്ടപ്പെട്ടവരെല്ലാം കഷ്ടപ്പെടുത്തിയും ആവരുത് എന്ന ആഗ്രഹമുള്ളവർക്ക് നല്ലൊരാശയമാണ് ലിവിങ് വിൽ. ഒരാൾക്ക് ഏതെങ്കിലും രോഗം ബാധിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കില്ല എന്ന അവസ്ഥയാണെങ്കിൽ ചികിത്സ നിർത്തിവെക്കുകയോ ചികിത്സയായി ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ അയാൾ തന്നെ നേരത്തെ എഴുതി വെക്കുന്ന നിയമപരമായ രേഖയാണ് ലിവിങ് വിൽ. മുദ്രപത്രമോ മറ്റ് സർക്കാർ രേഖകളോ അപേക്ഷകളോ ഒന്നും ഇതിനായി ആവശ്യമില്ല. ഒരു വെള്ള പേപ്പറിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് വ്യക്തമായി എഴുതിയാൽ മതി. ലിവിങ് വിൽ എഴുതുന്ന ആളിന് 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാവണം. വിൽ എഴുതുന്ന സമയത്ത് വസ്തുനിഷ്ഠമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനസികാരോഗ്യമുള്ള ആളായിരിക്കണം. ആരുടെയെങ്കിലും നിർബന്ധമോ താല്പര്യമോ പ്രകാരമാകരുത് ആ തീരുമാനം. ഏതൊക്കെ രോഗാവസ്ഥയിൽ ലിവിങ് വിൽ ഉപയോഗിക്കണം എന്ന് വ്യക്തമായി എഴുതണം. ഉദാഹരണത്തിന്, രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലെങ്കിൽ തന്നെ ICUവിൽ കിടത്തരുത്, വെന്റിലേറ്റർ സപ്പോർട്ട് നൽകരുത്, ഡയാലിസിസ്, അവയവം മാറ്റിവെക്കൽ പോലുള്ളവ ഒന്നും തനിക്ക് ചെയ്യേണ്ടതില്ല, എനിക്ക് ചികിത്സിച്ചാൽ ഭേദമാകാത്ത ക്യാൻസർ ആണെങ്കിൽ സർജറിയോ റേഡിയേഷനോ ചെയ്യരുത്, വേണ്ടി വന്നാൽ വേദന സംഹാരികൾ മാത്രം നൽകാം. അതുപോലെ ഈ എഴുതിയത് 2 പേർ സാക്ഷ്യപ്പെടുത്തണം. അവർ അടുത്ത ബന്ധുക്കളോ നമുക്ക് അസുഖം വന്നാൽ തീരുമാനമെടുക്കാൻ ബാധ്യസ്ഥരോ ആയവർ ആയാൽ നല്ലത്. പക്ഷേ മുതിർന്ന ആർക്കും സാക്ഷിയാവാം. ഈ സാക്ഷ്യപ്പെടുത്തിയ ഡോക്യുമെന്റ് ഒരു ഗസറ്റഡ് ഓഫീസറോ നോട്ടറിയോ കൗണ്ടർ സൈൻ ചെയ്യണം. ഇപ്പോഴത് ഒരു ലീഗൽ ഡോക്യുമെന്റായി. ഇതിന്റെ കോപ്പി സുരക്ഷിതമായി വെക്കുക. ഭാവിയിൽ ലിവിങ് വിൽ നൽകിയാൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഡോക്യുമെന്റ് ചികിത്സിക്കുന്ന ഡോക്ടറെ കാണിക്കുക. അതിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ ചികിത്സ നൽകാതിരിക്കാൻ ഡോക്ടർക്ക് കഴിയും. ഒരിക്കൽ വിൽ നൽകിയാൽ പിന്നീട് മനസ്സ് മാറി അത് പിൻവലിക്കണമെങ്കിൽ ഒരു തടസ്സവുമില്ല. ലിവിങ് വിൽ നൽകിയ വ്യക്തികളുടെ ബന്ധുക്കളിൽ ചിലർക്ക് അതിന് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടായാലും നിയമപരമായി ലിവിങ് വില്ലിൽ പറഞ്ഞ കാര്യങ്ങൾക്കായിരിക്കും മുൻഗണന. ഇനി ലിവിങ് വിൽ നൽകിയ വ്യക്തിക്ക് ഇതൊന്നും അറിയാതെ അയാളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായ ചികിത്സ, ഉദാഹരണത്തിന് വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പിറകോട്ട് പോകുന്നതിന് മെഡിക്കൽ ബോർഡിന്റെ പെർമിഷനൊക്കെ വേണ്ടിവരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആശുപത്രികളും ചികിത്സകളും മരുന്നുകളും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ലിവിങ് വിൽ വരും ദിവസങ്ങളിൽ ഇതിലേറെ ചർച്ച ചെയ്യപ്പെടും.